കുരുന്നുകൾക്ക് പുതുജീവനേകി കടന്നുപോയ 10 മാസം പ്രായമായ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. വിശദാംശങ്ങളുമായി വീട്ടിൽ നിന്ന് അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ റഹീം, ഈ 10 മാസം മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നതെങ്കിൽ കൂടി കേരളത്തിന്റെ ആകെ ഒരു സ്നേഹം ഏറ്റുവാങ്ങിയാണ് ആലൻ വിട പറയുന്നത്. എന്താണ് വീട്ടിലുള്ള സാഹചര്യം? രുചിഷ് 5 പേർക്ക് പൊതുജീവൻ നൽകിക്കൊണ്ടാണ് ആലൻ ഷെറിൻ എബ്രഹാം എന്ന കുരുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആലിൻ്റെ മല്ലപ്പള്ളിയിലെ വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഈ കുട്ടി ആര് എന്ന് പോലും അറിയാത്ത നിരവധി ആളുകളാണ് ആ കുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ ഒരു മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി, അതായത് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടി അടക്കം പൂർത്തിയാക്കി ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെയോടുകൂടിയാണ് മല്ലപ്പള്ളിയിലെ ഈ വീട്ടിലേക്ക് എത്തിക്കുകയും ഇവിടെ പൊതുദർശനം പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് കോട്ടയം പള്ളത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കും, അതായത് കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തത്. ആ ഒരു ദുരന്തത്തിന് ശേഷം ഈ പറയുന്നത് പോലെ തന്നെ കുടുംബം തീരുമാനിച്ചൊരു തീരുമാനം അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആ കുട്ടിയുടെ അവയവങ്ങൾ മറ്റ് ആളുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അവർക്ക് പൊതുജീവൻ നൽകിക്കൊണ്ട് ആലൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നതായാലും ആ കുട്ടിയുടെ പൊതുദർശനം ഇപ്പോൾ തുടരുകയാണ്. കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് പോകുന്ന കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. അതിനുശേഷം ആ കുട്ടിയെ ചങ്ങനാശ്ശേരിയിലെയും അതുപോലെ തിരുവല്ലയിലെയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയായിരുന്നു. പിന്നീടാണ് ആ ഒരു കുടുംബത്തിൻ്റെ തീരുമാനമുണ്ടായത്. ആ കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും നിലവിൽ വളരെ വികാരനിർഭരമായൊരു നിമിഷമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം ആ കുട്ടി ആര് എന്ന് പോലും അറിയാത്ത നിരവധി ആളുകൾ ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനാ ശുശ്രൂഷകളടക്കം നടക്കുന്നുണ്ട്. വൈകിട്ട് ഉച്ചയ്ക്ക് 2 മണിവരെ ഈ വീട്ടിൽ ഇപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ പൊതുദർശനം തുടരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇതിനടുത്തുള്ള, അതായത് മല്ലപ്പള്ളിയിൽ തന്നെയുള്ള CSI പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ഈ കുട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാകും ആ കുട്ടിയെ യാത്രയാക്കുക. അങ്ങനെ ഇപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് നിരവധി ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ ഈ പൊതുദർശനം പുരോഗമിക്കുന്നതിനിടെ ഇനിയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവരുടെ, അതായത് ആലൻ ഷെറിൻ ദമ്പതികളുടെ ഏക മകളാണ് മരിച്ച ആലൻ ഷെറിൻ എബ്രഹാം. ആ കുട്ടിയുടെ പൊതുദർശനമാണ് ഇപ്പോൾ മല്ലപ്പള്ളിയിലെ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രുചിഷ്. ശരി അബ്ദുൾ റഹീം, എന്തായാലും മല്ലപ്പള്ളിയിലെ വീട്ടിൽ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിവരെ വീട്ടിൽ പൊതുദർശനം, അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകും. CSI പള്ളിയിൽ സംസ്കാരം നടക്കും. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ആലൻ ഷെറിന്റെ സംസ്കാരം നടക്കുക.